ഇവിടെ ഒരു രാജാവ് അയാളുടെ മകളെ ഒരു പിഗിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു പന്നി ജീവിക്കുന്നത് പോലെ ആ പെൺകുട്ടിയെ ജീവിക്കാനായിട്ട് വിടുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ആ കിങ്ങിന് 3 മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ രാജാവ് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയത് മക്കളോട് അവരവർക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. അപ്പൊ മൂത്ത മകളായ പെൺകുട്ടി പറഞ്ഞു അവൾക്ക് ഗോൾഡിൽ ചെയ്ത ഒരു ഡ്രസ്സ് വേണമെന്ന്. ഉടനെ രണ്ടാമത്തെ മകള് പറഞ്ഞു അവൾക്ക് സിൽവറിൽ ചെയ്തൊരു ഡ്രസ്സ് വേണമെന്ന്. ഉടനെ രാജാവ് മൂന്നാമത്തെ മകളോട് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവൾക്ക് ഗോൾഡും സിൽവറും അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു ഭ്രമവും ഇല്ലായിരുന്നു. ഉടനെ അവള് പറഞ്ഞു സംസാരിക്കുന്ന ഒരു മുന്തിരിയും ചിരിക്കുന്ന ആപ്പിളും ബെല്ലിന്റെ ശബ്ദമുള്ള ഒരു ഫ്രൂട്ടും വേണമെന്ന് പറഞ്ഞു. പക്ഷെ മൂന്നാമത്തെ മകള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോസിബിൾ ആണെന്ന് അറിഞ്ഞിട്ടും രാജാവ് ഓക്കെ പറഞ്ഞിട്ട് നേരെ മാർക്കറ്റിലേക്ക് ചെല്ലാണ്. എന്നിട്ട് രാജാവ് മൂത്ത മകൾക്കുള്ള ഗോൾഡൻ ഡ്രസ്സും രണ്ടാമത്തെ മകൾക്കുള്ള സിൽവർ ഡ്രസ്സും വാങ്ങുന്നു. എന്നിട്ട് മൂന്നാമത്തെ മകള് പറഞ്ഞ സാധനങ്ങളുടെ കാര്യം അവിടെയുള്ള ആൾക്കാരോട് രാജാവ് പറയാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലെന്ന് അവര് തിരിച്ചു പറയുന്നു. അങ്ങനെ മൂന്നാമത്തെ മകളുടെ ആഗ്രഹം സാധിക്കാനാവാതെ രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഭയങ്കര മഴ പെയ്ത് രാജാവിന്റെ വണ്ടിയുടെ വീല് ചെളിയിൽ താന്നു പോവാണ്. ഉടനെ ഇത് കണ്ട ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വന്ന വണ്ടി തള്ളിയിട്ട് വണ്ടിയെ പുറത്തെടുക്കാനായിട്ട് പറ്റിയതേ ഇല്ല. അപ്പൊ ഉടനെ അവിടെ ഒരു പിഗ് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ ഇൻ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എനിക്കൊരു സാധനം തരണം. എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇളയ മകളെ കല്യാണം കഴിക്കണം. ഇത് കേട്ട രാജാവ് ആ കാര്യത്തിന് ഓക്കെ പറയുന്നു. ഉടനെ പിഗ് വണ്ടിയുടെ വീലിലേക്ക് ഭയങ്കരമായിട്ടൊരു പുഷ് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ വീല് കുഴിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ രാജാവ് കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് മക്കൾക്കുള്ള സമ്മാനങ്ങളെല്ലാം കൊടുത്തു. ആ സമയത്ത് നോക്കിയാൽ പിഗ് അവിടെ ഒരു ഉന്തുവണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഉടനെ രാജാവ് മകളോട് കാര്യം പറഞ്ഞിട്ട് അവളെ പിഗിന്റെ കൂട്ടത്തിൽ അയക്കുകയാണ്. അങ്ങനെ രാജകുമാരിയെ കണ്ട പിഗ് പെട്ടെന്ന് അവളെ ഉന്തുവണ്ടിയിൽ ഇരുത്തിട്ട് അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് രാജകുമാരിയോട് പറഞ്ഞു ഇനി മുതൽ ഈ ഫാം ആണ് നിന്റെ കൊട്ടാരം. ഇത് കേട്ട് രാജകുമാരി ഭയങ്കര വിഷമത്തിൽ കരയാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് ആ രാജകുമാരി ഉറക്കമെണീറ്റതും അവള് കിടന്നുറങ്ങിയ ഫാം ഇപ്പോ ഒരു കൊട്ടാരമായി മാറിയിരിക്കുന്നു. ഇത് കണ്ട് അവള് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവാണ്. സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു വിച്ച് വന്നവിടത്തെ രാജകുമാരനെ ഒരു പന്നിയാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും സംസാരിക്കുന്ന മുന്തിരിയും ചിരിക്കുന്ന ആപ്പിളും ഒരു ഫ്രൂട്ടിന്റെ സൗണ്ട് കേട്ടാ ബെല്ല പോലെ തോന്നുമെന്ന് പറഞ്ഞാലേ നിന്റെ ശാപം മുക്തമാവൂന്ന്. അപ്പൊ ആ രാജകുമാരി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടാണ് രാജാവിന്റെ ശാപം മുക്തമായത്. അതിനുശേഷം ആ രാജകുമാരി രാജാവും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു.